ബംഗാളിൽ ട്രെയിനുകൾ കൂട്ടിയിടിച്ചുണ്ടായ അപകടത്തിൽ മരണസംഖ്യ ഉയരുന്നു. 60 പേർക്ക് പരിക്ക്, 15 പേർ മരിച്ചു. അപകടം കാഞ്ചൻജംഗ എക്സ്പ്രസിൽ ചരക്ക് തീവണ്ടി ഇടിച്ചു കയറി. 3 ബോഗികൾ പൂർണ്ണമായും തകർന്നു. നിരവധി പേർക്ക് പരിക്ക്. മരിച്ചവരുടെ കുടുംബങ്ങൾക്ക് ധനസഹായം പ്രഖ്യാപിച്ച് കേന്ദ്ര സർക്കാർ. നീറ്റ് ചോദ്യപേപ്പർ ചോർച്ചയിൽ കൂടുതൽ തെളിവുകൾ ശേഖരിച്ച് അന്വേഷണ സംഘം. ബീഹാറിൽ നിന്ന് 6 ചെക്കുകൾ കൂടി. ചരിത്രത്തെ കാവ്യവൽക്കരിക്കരുതെന്നും ജാതി സെൻസസ് നടപ്പാക്കണമെന്നും ഇമാം. മണിപ്പൂരും രാമക്ഷേത്രവും ബാബറി മസ്ജിദും പരാമർശിച്ച് പാളയം ഇമാമിന്റെ ബലിപെരുന്നാൾ സന്ദേശം. ലോക്സഭാ തെരഞ്ഞെടുപ്പ് തോൽവി പഠിക്കാൻ CPIM. സംസ്ഥാന സെക്രട്ടേറിയറ്റ് തുടരുന്നു. മണ്ഡലങ്ങളിലെ പാർട്ടി വോട്ട് ചോർച്ച പഠിക്കാൻ അന്വേഷണ കമ്മീഷൻ വന്നേക്കും. തെറ്റുതിരുത്താൻ മാർഗരേഖ തയ്യാറാക്കാനും ആലോചന. ബിലീവേഴ്സ് ചർച്ചിന് പുതിയ അധ്യക്ഷൻ. ഡോക്ടർ സാമുവൽ മാർ തിയോഫിലസ് പുതിയ എപ്പിസ്കോപ്പ. തെരഞ്ഞെടുപ്പ് നടന്നത് കുറ്റപ്പുഴയിൽ നടന്ന സിനഡ് യോഗത്തിൽ. T20 ലോകകപ്പിൽ ബംഗ്ലാദേശ് സൂപ്പർ 8-ൽ. യൂറോ കപ്പിൽ ഇംഗ്ലണ്ടിന് വിജയത്തുടക്കം. സെർബിയയെ പരാജയപ്പെടുത്തിയത് എതിരില്ലാത്ത ഒരു ഗോളിന്. സ്ലൊവേനിയ ഡെൻമാർക്ക് മത്സരം സമനിലയിൽ.